വെൽക്കം ബാക്ക്. മാതാവിന്റെ രക്തക്കണ്ണീരിന്റെ ജപമാല ചെല്ലുന്ന എല്ലാവർക്കും സുപരിചിതയായ ഉടുപ്പിൽ 3 റോസാപ്പുകളോട് കൂടിയ സുന്ദരിയായ റോസാ മിസ്റ്റിക്ക മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോണത്. 85-90 കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി രക്തക്കണ്ണീരിന്റെ ജപമാല ചെല്ലുമായിരുന്നുള്ള കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതിന്റെ സോഴ്സ് എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് പോലും എൻ്റെ വാർഡിൽ 60ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നതിൽ ആർക്കും ഈ മാതാവിനെ കുറിച്ച് അറിവില്ലെന്നുള്ളതാണ് ഒരു സത്യം. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല്. ഡോൺ കലാബ്രിയ അച്ഛന്മാരുടെ ഹോസ്പിറ്റലാണിത്. അപ്പം നമ്മൾ വെറോണയിൽ നിന്ന് ബ്രേഷ്യയിലുള്ള മോന്തിക്കാരിയിലെ ഫൊന്തനേലയിലോട്ട് യാത്ര പോവുകയാണ്. ഏകദേശം 1.5 മണിക്കൂറോളം ഇവിടെ നിന്ന് കാർ ഡ്രൈവ് ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് മോന്തിക്കാരിയിലെ കത്തീഡ്രൽ ചർച്ചാണ്. അങ്ങനെ ഞാനും ഫാദർ മാർട്ടിനും മോന്തിക്കാരിയിലെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഫ്രണ്ടും ഫൊന്തനേലയിലെ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ ഷെറിനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ശരിക്കും വളരെ ശാന്തതയും ആൾപ്പാർപ്പൊന്നും ഇല്ലാതെ കൃഷിയിടങ്ങളോടും കൂടിയ ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ പള്ളിയോ ഒരു വലിയ കെട്ടിടങ്ങളോ ഒന്നുമില്ല. 2 ചെറിയ ചാപ്പലുകൾ മാത്രമാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടെ വരുന്ന തീർത്ഥാടകരിൽ കൂടുതലും ഇന്ത്യക്കാരും ബ്രസീല് അതുപോലെ തന്നെ ആഫ്രിക്ക എന്നീ സ്ഥലങ്ങളിലുള്ളവരാണ്. ഇവിടെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 4-5 ഡിഗ്രിയൊക്കെ ഉള്ളൂ. ഞങ്ങൾ പോരുമ്പോൾ -1 ആയിരുന്നു. തന്നെയുമല്ല നല്ല കാറ്റുമുണ്ട്. ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ ആദ്യം കാണുന്നത് വലിയൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വലിയ ക്രൂശിത രൂപമുണ്ട്. കാലാവസ്ഥ മോശമായതുകൊണ്ട് ഇന്ന് അധികം തീർത്ഥാടകരൊന്നുമില്ല. ഇനി ഇവിടെ അടുത്ത് കാണുന്നത് ഒരു ബുക്ക് സ്റ്റാളാണ്. അവിടെ നമുക്ക് പത്രസ്ഥാപനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. കുറേ മാഗസീൻസ് വെളിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പൈസ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് കൂടുതലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റോസാ മിസ്റ്റിക്ക കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സിന്റെയും ഫാദേഴ്സിന്റെയും കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ അടുത്തുള്ള ചാപ്പലയിൽ കയറാം. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ സ്നേഹം മുഴുവൻ മാനവകുലത്തെയും ആവരണം ചെയ്യുന്നു എന്നാണ്. ഇതിനകത്ത് ഏകദേശം 10-15 പേർക്ക് നിൽക്കാവുന്ന ഒരു ചെറിയ ചാപ്പലാണ്. പക്ഷേ ഇതിനകത്ത് നിൽക്കുന്ന ഈ മാതാവിന്റെ തിരുസ്വരൂപത്തിന് ഏകദേശം ഒരു 2 ആൾ പൊക്കമെങ്കിലും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വലതുവശത്ത് കാണുന്ന ഫോട്ടോയിൽ കാണുന്നതാണ് മാതാവിന്റെ പ്രിയപ്പെട്ട വിശുദ്ധ പിയറീന ഗില്ലി. 1911 ജനിച്ച് 1991 മരിച്ച പിയറീന ഗില്ലി മോന്തിക്കാരിയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. ഒരു നേഴ്സായി ജോലി ചെയ്ത് ഏകസ്ഥയായി ജീവിച്ചിരുന്ന പിയറീന ഗില്ലിക്ക് 1946 മുതൽ 1966 വരെ നിരവധി ദർശനങ്ങൾ മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 1946 നവംബർ 23 ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിയറീന കണ്ടത് അതിസുന്ദരിയായ ഒരു സ്ത്രീ പർപ്പിൾ കളറുള്ള വസ്ത്രം ധരിച്ച് വെളുത്ത മേലങ്കിയോടും കൂടിയാണ് കാണപ്പെട്ടത്. അതീവ ദുഃഖിതയായ മാതാവിന്റെ ഹൃദയഭാഗത്ത് 3 വാളുകൾ തുളച്ചു കയറിയിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട 3 തരം ആത്മാക്കളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തത്തിനായി പരിശുദ്ധ കന്യകയെ ആവശ്യപ്പെട്ടത് പ്രാർത്ഥനയും പരിത്യാഗവും പ്രായശ്ചിത്തവുമാണ്. എന്നാൽ 1947 ജൂലൈ 13 മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച് 3 വാളുകൾക്ക് പകരം നെഞ്ചിൽ 3 റോസപ്പൂക്കളാണ് ഉണ്ടായിരുന്നത്. ഈ 3 റോസപ്പൂക്കളും സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയും പരിത്യാഗവും പശ്ചാത്താപവുമാണ്. അവിടെ മാതാവിന്റെ മുമ്പിൽ തിരി കത്തിച്ചപ്പോൾ ഞാൻ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ താഴത്തെ ചാപ്പലിലേക്ക് പോവുകയാണ്. ഈ ചാപ്പലിന്റെ നേരെ തൊട്ട് താഴെയാണ് മറ്റേ ചാപ്പലും കേട്ടോ. ചാപ്പലിന് മുമ്പിലായിട്ടുള്ള വെളുത്ത നിറത്തിലുള്ള കൂടാരം പോലെയുള്ള ഭാഗം ഈ തീർത്ഥാടകർക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളതാണ്. താഴത്തെ ചാപ്പലിലേക്ക് കയറുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഹോളി വാട്ടർ കളക്ട് ചെയ്യാനായിട്ട് ഇവിടെ ടാപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 1966 ഏപ്രിൽ 17 മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നീരുറവകളിൽ സ്പർശിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. പിന്നെ ഒരു 2ാമത്തെ ലൂർദായി കാണുന്ന രോഗികൾക്ക് മാതാവിന്റെ മാധ്യസ്ഥവും ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹോളി വാട്ടർ എടുക്കുന്നതിന് മുമ്പ് ഇവിടെ കാണുന്ന കുരിശു രൂപത്തിൽ സ്നേഹചുംബനത്തോടെ തന്റെ പ്രിയപുത്രനോട് ക്ഷമ ചോദിക്കണമെന്നും മാതാവ് ആവശ്യപ്പെട്ടിരുന്നു. ഹോളി വാട്ടറൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തു. ഇനി നമുക്ക് ചാപ്പലിനകത്തേക്ക് കയറാം. ഞങ്ങളിപ്പോൾ അകത്ത് കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹാളെന്ന് വേണേൽ പറയാം. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ചാപ്പൽ ഞാൻ ഇറ്റലിയിൽ തന്നെ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. ഇവിടെ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 3:10 ഹോളി മാസ്. അതുകൊണ്ട് വലിയ തിരക്കില്ല ഇപ്പം രാവിലെ. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ബോക്സിൻ്റെ അകത്ത് നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നമുക്ക് എഴുതിയിടാൻ പറ്റും.
ഇപ്പം നമ്മൾ അൽത്താര കണ്ടു കഴിഞ്ഞു. ഇതിന്റെ വലത് സൈഡിലായിട്ട് ഒരു ചെറിയ ഗ്രോട്ടോ ഉണ്ട്. ഗ്രോട്ടോയുടെ മുകളിലായിട്ട് ഗബ്രിയേൽ മാലാഖയുടെ രൂപം വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഈ രൂപത്തിന്റെ ഡ്രസ് കോഡ് കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ആദ്യം ലഭിച്ച ദർശനത്തിൽ മാതാവ് ധരിച്ചിരുന്ന പർപ്പിൾ കളറുള്ള ഡ്രസ്സും അതിന്റെ വെളുത്ത മേലങ്കയുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാളുകൾക്ക് പകരം റോസപ്പൂക്കളാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യമാണ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രോട്ടോയുടെ അടുത്ത് തന്നെ വലതുവശത്തായി നമുക്ക് വിശുദ്ധ പടികൾ കാണാൻ സാധിക്കും. ഇത് 1947 പീരീന ഗില്ലിക്ക് 4 തവണ ലഭിച്ച മരിയ റോസ മിസ്റ്റിക്ക ദർശനങ്ങളുടെ സ്ഥലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസംബർ 8 അമലോത്ഭവ തിരുനാൾ ദിനത്തിലുള്ളതായിരുന്നു. അന്ന് കൃപയുടെ മണിക്കൂറായി ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടത് ഇവിടെ വെച്ചാണ്. ഇവിടെ ഈ മേളിൽ വെച്ചിരിക്കുന്ന മാതാവിന്റെ രൂപം വെച്ചിരിക്കുന്ന സ്ഥലത്താണ് മാതാവ് അന്ന് പ്രത്യക്ഷപ്പെട്ട് നിന്നത്. അതിനുശേഷം കൃപയുടെ പ്രതീകങ്ങളായ റോസാപ്പൂക്കൾ വിതറിക്കൊണ്ട് മാതാവ് ഈ സ്റ്റെയർകേസ് ഇറങ്ങിയെന്നാണ് വിശുദ്ധ പീരീനായുടെ ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഗ്രോട്ടോയുടെ അടിഭാഗത്തുള്ള നീരുറവയിൽ നിന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ടി കുറച്ച് വെള്ളം എടുത്തു. ബോട്ടിലിനകത്ത് എടുക്കാൻ വളരെ പാടായിരുന്നു. ഇതേ നീരുറവയിൽ നിന്ന് പുറപ്പെടുന്ന ജലമാണ് ഇതിൻ്റെ ഇടത്തെ സൈഡിലുള്ള മതിൽക്കെട്ടിൽ ശേഖരിച്ച് നിർത്തിയിരിക്കുന്നത്. ഇവിടെ വിശ്വാസികൾക്ക് രോഗശാന്തിക്കായി വെള്ളത്തിലിറങ്ങി ഒരു വട്ടം പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും. തണുപ്പ് കാരണം ഞങ്ങൾ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഞങ്ങളും ചെരുപ്പൊക്കെ ഊരി വെള്ളത്തിലിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഈ തണുപ്പത്ത് ഈ തണുത്ത വെള്ളത്തിൽ ചവിട്ടുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എങ്കിലും അവിടുത്തെ ആ മാതാവിനെ ഒന്ന് തൊടാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടുത്തെ ഭിത്തിയിൽ മാർബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ മാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കാലുകളൊക്കെ തുടച്ച് സെറ്റാക്കി ഇനി വിശുദ്ധ പടികൾ കയറാൻ പോവുകയാണ്. ഇവിടുത്തെ വിശുദ്ധ പടികളിൽ 3 സ്ഥലത്ത് റോസപ്പൂവിന്റെ ചിത്രങ്ങളോടുകൂടിയ മാർബിൾ പതിപ്പിച്ചിട്ടുണ്ട്. മാതാവ് വിശുദ്ധ പീരീനായോട് മുട്ടിൽമേ നിന്ന് ചുംബിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളാണ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിശ്വാസികൾ മുട്ടിൽമേ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നട കയറുന്നത്. ബന്ധുമിത്രാദികളെയും ഈ വീഡിയോ കാണുന്നവരെയും ഇവിടെ വരാൻ സാധിക്കാത്തവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ പടികൾ മുട്ടിന്മേൽ കയറിയത്. അങ്ങനെ 9 സ്റ്റെപ്പുകൾ കയറി മാതാവിന്റെ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ നേരെ നടന്ന് വെളിയിലേക്ക് ഇറങ്ങി. ആരും തിരിച്ചു നടയിറങ്ങി പോകാറില്ല. റോസാ മിസ്റ്റിക്ക മാതാവിന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പം നമ്മൾ കയറി കണ്ടു കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് 2 ചാപ്പലും ഗ്രൗണ്ടും മാത്രമാണ് ഉള്ളത്. ഇത് ഇത്രയും സിമ്പിളായിട്ടുള്ള ഗ്രാമപ്രദേശമാണെങ്കിലും ഇതിന്റെ പ്രതിഫലനം ലോകം മുഴുവനും എത്തിയിട്ടുള്ളതെന്നുള്ളതാണ് അത്ഭുതകരമായ മറ്റൊരു വസ്തുത. മാതാവിന്റെ രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലി മാതാവിനോട് എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ മാതാവ് തീർച്ചയായും സാധിച്ചു തരും.